പൈത്തണിൽ ഫയൽ ഹാൻഡ്ലിംഗ് ചെയ്യുമ്പം വളരെ എളുപ്പം അല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈബ്രറി നമുക്ക് പരിചയപ്പെടാം. OS എന്ന് പറയുന്ന ലൈബ്രറിയാണ് പൈത്തണിലുള്ള. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള പല ടാസ്കുകളും നമുക്ക് ഈ ഒരു ലൈബ്രറി വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ഫയൽ ഒരു ഫോൾഡറിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഒരു ഫയൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ ചില ഓപ്പറേഷൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ചില ഓപ്പറേഷൻസ് ചെയ്യണം. അങ്ങനെ ഒരു സിനാരിയോ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അത് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് OS ലൈബ്രറിക്കകത്തെ പാത്ത് എന്ന് പറയുന്ന മോഡ്യൂളിൻ്റെ അകത്തെ എക്സിസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സിമ്പിളി ഒരു ഇഫ് കണ്ടീഷൻ ഇട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. os.path.exist എന്ന് കൊടുത്ത ശേഷം ആ ഫയലിൻ്റെ ഫുൾ പാത്ത് ഓർ നെയിം എവിടെയാണോ ഫയൽ കിടക്കുന്നത് അത് ഫുൾ പാത്ത് കൊടുക്കുക. സെയിം ലൊക്കേഷനിലാണെങ്കിൽ ഫയൽ നെയിം മാത്രം കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു ഇത് വിളിക്കുമ്പോൾ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഫയൽ ആ ലൊക്കേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൂ എന്നും ഇല്ലെങ്കിൽ ഫോൾസ് എന്നും ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും. നമുക്ക് ഈ ഒരു ഫയൽ ഫൗണ്ട് എന്ന് പറയുന്ന പ്രിൻ്റ് മെസ്സേജ് കിട്ടും. ഇനി ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫയൽ നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന മെസ്സേജ് കിട്ടും. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തതേ ഉള്ളൂ. ഫയൽ ഉള്ളപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും ഇല്ലാത്തപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ അകത്ത് എഴുതാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിളിൽ നമുക്ക് ഇവിടെ example.txt ഉണ്ട് ഈ ലൊക്കേഷനിൽ. അപ്പോൾ നമുക്കിത് റൺ ചെയ്യുമ്പോൾ ഫയൽ ഉണ്ടോ ഇല്ലയോ എന്താണ് ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. ഓക്കെ, ഞാനിത് റൺ ചെയ്തപ്പം എനിക്ക് ഫയൽ ഫൗണ്ട് എന്ന് പറഞ്ഞാണ് വരുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ലൊക്കേഷനിൽ ഈ ഒരു പേരിൽ ഒരു ഫയലുണ്ട്. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് പേര് ചേഞ്ച് ചെയ്യുവാണ്, example1.txt. അപ്പോൾ ഇവിടെ example1.txt എന്ന് പറഞ്ഞൊരു ഫയലില്ല. അപ്പോൾ നമുക്കത് റൺ ചെയ്ത് നോക്കിയാൽ ഓക്കെ, example1.txt എന്ന് പറഞ്ഞൊരു ഫയലില്ല എന്ന് പറഞ്ഞ് കിട്ടുന്നു. കാരണം ഓഫ് കോഴ്സ് ആ ലൊക്കേഷനിൽ അങ്ങനെ ഒരു ഫയലില്ല. ഇനി example.txt തന്നെ തിരിച്ച് തന്നെ ഞാൻ ആക്കുന്നു. അതിനുശേഷം ഈ ഫയൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഡിലീറ്റ് ചെയ്തു. ഇനി ഇത് റൺ ചെയ്യുമ്പോഴും എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഫയൽ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞായിരിക്കും കിട്ടുന്നത്. ഇനി example.txtക്ക് പകരം നമുക്കവിടെ sample.txt ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ ഫയൽ ഫൗണ്ട് എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏത് ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഏതെങ്കിലും ലൊക്കേഷനിൽ ഇങ്ങനെയെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു ലൈബ്രറിയാണ്. ഈ ലൈബ്രറിയിൽ നമുക്ക് ഇത് മാത്രമല്ല ഒരുപാട് സിമിലർ ആയിട്ടുള്ള ടാസ്കുകൾ, അതായത് ഒരു ഫോൾഡറിൽ കിടക്കുന്ന ഫയൽസിൻ്റെ ലിസ്റ്റ് എടുക്കുക, അത് ഏത് ദിവസം ക്രിയേറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കുക, ആരാണ് അതിൻ്റെ റൈറ്റർ അല്ലെങ്കിൽ ഓണർ എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ റീഡ് റൈറ്റ് പെർമിഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലേറ്റ് ചെയ്ത് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു OS ലൈബ്രറിയുടെ മോഡ്യൂൾസും അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ഫങ്ഷൻസും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് കുറേ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പൈത്തൺ വെച്ച് നിങ്ങൾ ഓരോ ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി വരുന്ന ഒരു ലൈബ്രറിയാണ്. സോ അത് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വേറൊരു ഉദാഹരണം കൂടെ കാണിക്കാം. അതായത് ഒരു ലൊക്കേഷനിൽ നിന്ന് നമുക്കൊരു ഫയൽ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ ഞാനിപ്പം example.txt വെച്ചാണ് കാണിക്കുന്നത്. ഓക്കെ, example.txt ഞാൻ ഓൾറെഡി ഡിലീറ്റ് ചെയ്തു. സോ ഞാനാദ്യം sample.txt വെച്ച് കാണിക്കാം. കാരണം അതാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ ലൊക്കേഷനിൽ വർക്ക് സ്പേസിലുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഫയൽ എനിക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് നേരത്തെ യൂസ് ചെയ്ത path.exist എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യണം അങ്ങനെ ഓൾറെഡി ഒരു ഫയൽ ഉണ്ടോ എന്ന്. ഫയൽ ഉണ്ടെങ്കിൽ നമ്മളത് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഡിലീറ്റഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കിട്ടും. അഥവാ ഫയൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഫയൽ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് കിട്ടും. ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു sample.txt ഇവിടെ ഉണ്ട്. അപ്പോൾ os.remove എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചിട്ടാണ് നമ്മളതിനെ ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ റൺ ചെയ്യുമ്പോൾ ഫയൽ ഡിലീറ്റഡ് എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഇവിടെ നിന്ന് ചെക്ക് ചെയ്താലും ആ ഫയൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്, വർക്ക് സ്പേസിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ റൺ ചെയ്യാൻ നോക്കിയാലോ, ഫയൽ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫയൽ ഡിലീറ്റ് ചെയ്യാനും നമുക്ക് കിട്ടും. ഫയൽ റീനെയിം ചെയ്യാൻ, ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലോട്ട് കോപ്പി ചെയ്യാൻ, കട്ട് ചെയ്യാൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള 1-2 എക്സാമ്പിളാണ് നിങ്ങൾ കണ്ടത്. സോ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള OS ലൈബ്രറി വെച്ച് ചെയ്യാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും.